السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സഹജീവികൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാം ഏറെ പുണ്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ വളരെയേറെ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അൻ സയ്യിദ് ബിൻ ഖാലിദ് അൽ ജുഹനി ഖാല, സയ്യിദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയാണ്, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഅ. നോമ്പ് തുറപ്പിക്കുന്നവന് ആ നോമ്പുകാരൻ്റെ അത്ര തന്നെ പുണ്യം അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും കുറയാതെ തന്നെ നേടാനാകും എന്ന്. അതാരാണോ ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നത്, ആ നോമ്പ് തുറപ്പിക്കപ്പെടുന്നത് ആരെയാണോ നോമ്പ് തുറപ്പിക്കുന്നത് അയാളുടെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിക്കപ്പെടുന്നവന്, അതായത് നോമ്പ് തുറപ്പിച്ച് നൽകുന്ന ആ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരിടത്ത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, മൻ ഫത്തറ സ്വായിമൻ ഫലഹു അജ്റു സ്വായിം ഫജ്തഹിദ അൻ തസൂമ റമദാന 60 യൗമ. ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പുകാരൻ്റെ പോലത്തെ പ്രതിഫലം അവനുണ്ട്. അതിനാൽ റമദാൻ 60 ദിവസവും നോമ്പെടുക്കുന്നതിനായി നീ പരിശ്രമിക്കുക എന്നുള്ളത്. നമുക്കറിയാം നോമ്പ് 60 ദിവസം ഇല്ല, പക്ഷേ നാം സ്വയം നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ സമാനമായ രൂപത്തിൽ ഓരോ ദിവസവും മറ്റൊരാളെ കൂടി നോമ്പ് തുറപ്പിക്കുന്ന ഒരു രംഗമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ പ്രതിഫലം കൂടി ലഭിക്കുവാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല അത്തരത്തിൽ 60 ദിവസം നോമ്പെടുക്കുന്നതിനായി നീ പരിശ്രമിക്കുക എന്നുള്ളത്. നമ്മോടൊപ്പം ഒരാളെ കൂടി നോമ്പ് തുറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഇമാം റജബ് റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായും ഇത് ഈ ഒരു മാസം എന്നുള്ളത് ഖുർആൻ പാരായണവും ഭക്ഷണവും ഒക്കെ കൊടുക്കലാകുന്നു എന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റ് ആ നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ 30 ദിവസവും കഴിവിൻ്റെ പരമാവധി മറ്റൊരാളെ കൂടി നോമ്പ് തുറപ്പിക്കുവാനുള്ള ഒരു സഹായം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള വലിയൊരു ഉദാരമായിട്ടുള്ള അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പല വിഷയങ്ങളിലും നന്മകൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് അതുപോലെ തന്നെ അയാൾ ആ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന സാഹചര്യത്തിലും നോമ്പ് നോറ്റവൻ്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറയാതെ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ ഒരു സ്നേഹവും ഐക്യവും ഒക്കെ വളർത്താനും സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനും മറ്റൊരാളുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാതെ തന്നെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അവകാശങ്ങളെ കവരാതെ തന്നെ നമുക്ക് ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടാനൊക്കെയുള്ള മാർഗങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ ഖജനാവ് ഒട്ടും കുറയൂല എന്നുള്ള ആ പൂർണ്ണ കൂലി അയാൾക്കും നമുക്കും നൽകിയാലും കുറയൂല എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രീതി കാംക്ഷിക്കുന്ന, പ്രീതി ലക്ഷ്യം വെച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹിദുകളിൽ, മുത്തഖികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമുർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.